നമ്മൾ 26,050 PE 136 ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുകയാണ്. 136 കിട്ടിയാൽ ഉഗ്രനായിരിക്കും. ഒരു 180 ക്വാണ്ടിറ്റി, അതായത് 3 ലോട്ടിൽ ഓപ്ഷൻ ബയ്യിങ് ആണ്. 26,050 നമുക്ക് ട്രിഗർ ആകുമെന്ന് നോക്കാം. ഇതിൻ്റെ ലോജിക്ക് എന്ന് വെച്ചാൽ നമ്മൾ പോയിൻ്റ് ഓഫ് കൺട്രോൾ രാവിലെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. 125, 150 എന്ന് പറഞ്ഞ ഒരു പോയിൻ്റ് ഓഫ് കൺട്രോൾ 2 പറഞ്ഞിരുന്നു. അതിൻ്റെ ബേസ് ചെയ്തിട്ട് ഇതിൽ കിട്ടിയാൽ ഉഗ്രനായിരിക്കും എന്ന് പ്ലാൻ ചെയ്തുകൊണ്ടാണ് PEയിൽ കയറാൻ കാരണം. വണക്കം, വന്ദനം, നമസ്കാരം, ഗുഡ് മോർണിംഗ് ടു യു ആൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഇത് നമുക്ക് കിട്ടുമോ നോക്കാം, കാത്തിരിക്കാം. 136 കിട്ടണം. PEയിൽ കയറാൻ കാരണം നമ്മുടെ ആ പോയിൻ്റ് ഓഫ് കൺട്രോൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു എൻട്രിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ യാതൊരു കാര്യവും നമ്മളിവിടെ കാണിക്കുന്നില്ല. കാര്യത്തിൽ അതിനെക്കുറിച്ച് ഇടാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ പാറ്റേണും പ്രൈസ് ആക്ഷനും അങ്ങനത്തെ കുറേ ഇടുന്ന ആൾക്കാരും ആ ക്യാൻഡിൽ സ്റ്റിക്ക് മുകളിലും താഴെയും പോയി കണ്ട് ആ ഇമോഷൻ ആയി ഭരിതരാകുന്ന ആൾക്കാരും ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ചാർട്ട് നമ്മൾ മാക്സിമം ഇടാതിരിക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നതുള്ള, കാത്തിരിക്കാം. ട്രിഗർ ആകുമോ നോക്കാം. 136 കിട്ടിയാൽ നമുക്ക് നല്ലൊരു എൻട്രിയും നല്ലൊരു എക്സിറ്റും. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 125 മുതൽ 150 നമ്മുടെ ഇത്. സോ 136 കിട്ടിയാൽ നമുക്കൊരു 20 പോയിൻ്റ് കിട്ടുമ്പോഴത്തേക്കും ബുക്ക് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. നമുക്ക് കാത്തിരിക്കാം, കിട്ടുമോ എന്ന് നോക്കാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രേഡർ ഓപ്ഷൻ ട്രേഡർ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഇതിനകത്ത് വളരെ സിമ്പിളായിട്ടുള്ള സെറ്റപ്പാണ് നമ്മളിവിടെ. വെറും പോയിൻ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. കിട്ടിയിട്ടുണ്ട്, ഇവിടെ കിട്ടിയിട്ടുണ്ട്. 136 നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ട്. എൻട്രി കിട്ടിയ ഉടനെ തന്നെ 1,600 രൂപയുടെ പ്രോഫിറ്റ് നമുക്ക് കാണിക്കുകയാണ്. എന്താ സംഭവം അല്ലേ, സ്പീഡ് ഉണ്ടോ? സോ നമുക്ക് കിട്ടിയ വിത്തിൻ സെക്കൻഡ്സിനകത്ത് തന്നെ 10 പോയിൻറ്റ് 136 ട്രിഗറായി 146 ഉഗ്രനായിട്ട് മൂവ് ചെയ്യുകയാണ്. ഇന്ന് നമ്മളിവിടെ SL പ്ലാൻ ചെയ്യുന്നില്ല. കാര്യത്തിൽ ഓപ്ഷൻ ബയറിന് വേണ്ടത് ഈ സ്പീഡാണ്. ഈ സ്പീഡിനെ കണ്ട് നമ്മൾ ആ സ്പീഡിനെ അങ്ങനെ തന്നെ റൈഡ് ചെയ്യും. 20 പോയിൻറ്റിന് അടുപ്പിച്ച് കിട്ടിയാൽ നമ്മൾ ബുക്ക് ചെയ്യും. 136 എൻട്രി കിട്ടി. കാര്യത്തിൽ നമുക്ക് 150 എന്ന് തന്നെ വേറൊരു POC ഉണ്ട്. അത് ചില സമയങ്ങളിൽ റെസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. നമ്മൾ അതിനെക്കുറിച്ച് പേടിയില്ല. നമുക്കിവിടെ സേഫായിട്ടുള്ള ഒരു എൻട്രി കിട്ടിയിട്ടുണ്ട്. നമുക്ക് 156 അതിൻ്റെ അടുപ്പിച്ച് എവിടെ കിട്ടിയാലും നമ്മൾ ബുക്ക് ചെയ്യും. 20 പോയിൻ്റ് അടുപ്പിച്ച് നമ്മൾ 3 ലോട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഉഗ്രനായിട്ടുള്ള ഒരു എൻട്രി കിട്ടിയതുകൊണ്ട് തന്നെ SL പ്ലാൻ ചെയ്യാതെ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷേ നമ്മളിവിടെ സ്ക്വയർ ഓഫ് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണ്. സ്ക്വയർ ഓഫ് ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണ്. 150, 52 ഉഗ്രൻ. 152 നമുക്കിവിടെ എക്സിറ്റ് കിട്ടിയിട്ടുണ്ട്. ഉഗ്രനാണ്. 3 ലോട്ടിൻ്റെ എൻട്രിയും എക്സിറ്റും 2 മിനിറ്റിനകത്താണ് നമ്മൾ 20 പോയിൻ്റ് അടുപ്പിച്ച് ഇവിടെ റൈഡ് ചെയ്തത്. വിത്തൗട്ട് SL ക്ലിയർ എൻട്രി ആയിരുന്നു. നല്ലൊരു എൻട്രി ആയിരുന്നു. നല്ലൊരു എക്സിറ്റുമായിരുന്നു. ഓപ്ഷൻ ബയ്യിങ്ങിൽ ഓൺലി പോയിൻ്റ് ഓഫ് കൺട്രോൾ ആ ഒരു ഫെയർ വാല്യൂ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.